എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ശ്ലോകം 61 തൊട്ട് ഭാഗവത മഹാത്മ്യത്തിൽ അധ്യായം 5 ശ്ലോകം 61 തൊട്ട് പഠിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തവ പാദാരവിന്ദം ശരണാഗതം വാസുദേവം ജഗത്സർവം. ശ്ലോകം 61. അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയേന ഹി യത്പ്രാത സംസ്കൃതം ചാന്യം സായം തച്ച വിനശ്യതി. അസ്ഥിരേണ സ്ഥിരം കർമ്മ കുതോയം സാധയേന ഹി യത്പ്രാത സംസ്കൃതം ചാന്യം സായം തച്ച വിനശ്യതി. അസ്ഥിരമായ ഈ ശരീരം കൊണ്ട് ഈ ജനം സ്ഥിരമായ കർമാധികാര്യത്തെ എന്തുകൊണ്ടാണ് സാധിക്കാത്തത്? ശരീരം ബഹുകാലം നിലനിൽക്കുകയില്ലെന്ന് നിശ്ചയിപ്പാൻ വളരെയൊന്നും ആലോചനാശക്തി ആവശ്യമില്ല. ശരീരത്തെ നിലനിർത്തുന്നതായ അനാദി കാരണങ്ങളുടെ ഗുണമാണെന്ന് ആലോചിക്കേണ്ടതല്ലയോ? രാവിലെ പചിച്ചതായ അന്നം യാതൊന്നോ അത് വൈകുന്നേരത്തേക്ക് നശിക്കുന്നതായിട്ട് കാണുന്നില്ലയോ? വൈകുന്നേരമാകുമ്പോഴേക്ക് ചീഞ്ഞളിഞ്ഞ് കേടുവന്ന് പോകുന്നുവല്ലോ. ശ്ലോകം 62. തദീയരസസമ്പുഷ്ടി കായേകാ നാമ നിത്യത സപ്താഹ ശ്രവണാലോകേ പ്രാപ്യതേ നികടേ ഹരി. തദീയരസസമ്പുഷ്ടി കായേകാ നാമ നിത്യത സപ്താഹ ശ്രവണാലോകേ പ്രാപ്യതേ നികടേ ഹരി. അത്ര വേഗത്തിൽ കേടുവന്നു പോകുന്ന അന്നരസത്താൽ നന്നായി പോഷിപ്പിക്കപ്പെടുന്ന ശരീരത്തിൽ നാശമില്ലായ്മ എങ്ങനെ സംഭവിക്കും? കാരണഗുണമല്ലേ കാര്യത്തിൽ കാണപ്പെടുകയുള്ളൂ. ക്ഷണഭംഗുരങ്ങളായ അന്നരസത്തിൻ്റെ കാര്യമായ ശരീരവും ക്ഷണഭംഗുരമാണെന്നറിഞ്ഞ് അതിൻ്റെ നാശത്തിന് മുമ്പ് തന്നെ ശാശ്വതമായ സ്ഥാനത്തെ പ്രാപിപ്പാൻ അതിനെ ഉപയോഗപ്പെടുത്തണം. സപ്താഹ ശ്രവണം കൊണ്ട് സർവസന്താപങ്ങളെയും തീർത്ത് പരമാനന്ദത്തെ നൽകുന്ന ശ്രീഹരി സമീപസ്ഥനായി വരുന്നു. ശ്ലോകം 63. അതോ ദ്വേഷനിവൃത്യർത്ഥം ഏതദേവ ഹി സാധനം ബുദ്ബുധായിവതോ യേഷു മശകായിവ ജന്തുഷു ജായന്തേ മരണായൈവ കഥാ ശ്രവണവർജിത. അതോ ദോഷനിവൃത്യർത്ഥ ഏതദേവ ഹി സാധനം ബുർബുധായുപതോ യേഷു മശകായിവ ജന്തുഷു ജായന്തേ മരണായൈവ കഥാ ശ്രവണവർജിത. അതോ ദോഷനിവൃത്യർത്ഥം ഏതദേവ ഹി സാധനം ബുദ്ബുധായിവതോ യേഷു മശകായിവ ജന്തുഷു ജായന്തേ മരണായൈവ കഥാ ശ്രവണവർജിത. അതുകൊണ്ട് പാവപരിഹാരാർത്ഥം ശ്രീമദ് ഭാഗവത പുരാണ ശ്രവണം തന്നെ ഉത്തമ സാധനം. അതിൽ ഏർപ്പെടാതെ ജീവിതം കഴിക്കുന്നവരുടെ ജനനം നീർപ്പോളകളെ എന്ന പോലെയും ഈച്ചകൾ കൊതുക്കൾ മുതലായ പ്രാണികളെന്ന പോലെയും നശിപ്പാൻ മാത്രമായിട്ട് കലാശിക്കുന്നു. പരമപുരുഷാർത്ഥപ്രാപ്തി സാധനമായി ഭവിക്കുന്നില്ല. അത് എത്രയും കഷ്ടമാകുന്നു. ശ്ലോകം 64. ജഡസ്യ ശുഷ്കവംശസ്യ യത്ര ഗ്രന്ഥി വിവേദനം ചിത്രം കിമു തദാ ചിത്ത ഗ്രന്ഥിവേദ കഥാ ശ്രവാത്. ജഡസ്യ ശുഷ്കവംശസ്യ യത്ര ഗ്രന്ഥി വിവേദനം ചിത്രം കിമു തദാ ചിത്ത ഗ്രന്ഥിവേദ കഥാ ശ്രവാത്. ജഡവും വിരസവുമായ വേണുവിൻ്റെ ഗ്രന്ഥികൾ യാതൊരു കഥാവസരത്തിൽ പൊട്ടിപ്പിളർന്നു പോകുന്നുവോ ആ മഹാഭാഗവത കഥാശ്രവണം കൊണ്ട് ചിത്തത്തിൽ നിറഞ്ഞിരിക്കുന്ന വാസനകളാകുന്ന ഗ്രന്ഥികൾ നിശേഷം നശിക്കുന്നതിൽ ആശ്ചര്യപ്പെടുവാനുണ്ടോ? ശ്ലോകം 66. വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി സപ്താഹ ശ്രവണേ കൃതേ. വിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തി സർവസംശയാഃ ക്ഷീയന്തി ചാസ്യ കർമാണി സപ്താഹ ശ്രവണേ കൃതേ.
സപ്താഹ ശ്രവണം സാധിക്കപ്പെടുന്ന സമയത്തിൽ ശ്രോതാക്കളുടെ ഹൃദയഗ്രന്ഥി പൊട്ടിപ്പോകുന്നു. അസംഭാവന, വിപരീത ഭാവന മുതലായ സർവ്വ സംശയങ്ങളും നശിക്കുന്നു. പൂർവജന്മങ്ങളിൽ സഞ്ചയിക്കപ്പെട്ടവയും ഈ ജന്മത്തിൽ ചെയ്തതുമായ കർമ്മങ്ങൾ നശിക്കുന്നു. ഈ ശരീരമുണ്ടാകുവാൻ കാരണമായ പ്രാരബ്ധമാകട്ടെ ബലാനുഭവം കൊണ്ട് നശിക്കുന്നു. അതിനാൽ ഇനിമേൽ ജനന മരണങ്ങൾക്ക് അവകാശമില്ലാതെയാകുന്നു. ശ്ലോകം 66. സംസാര കർദ്ദമാലേവ പ്രക്ഷാളനപടീയസി കഥാതീർത്ഥേ ചിതേ ചിത്തേ മുക്തിരേവ ബുധേ സ്മൃത. സംസാര കർദ്ദമാലേവ പ്രക്ഷാളനപടീയസി കഥാതീർത്ഥേ ചിതേ ചിത്തേ മുക്തിരേവ ബുധേ സ്മൃത. സംസാരമാവുന്ന ചളി കഴുകിക്കളയുവാൻ അത്യന്തം സമർത്ഥമായിരിക്കുന്ന ഈശ്വര കഥാരൂപമായ തീർത്ഥമിരിക്കുമ്പോൾ ചിത്തത്തിൽ ചളി പറ്റുവാൻ അവകാശമില്ലാത്തതുകൊണ്ട് ചിത്തം നിർമ്മലമായിരിക്കുമെന്ന് തന്നെ വിദ്വാൻമാർ നിശ്ചയിച്ചിരിക്കുന്നു. ശ്ലോകം 67. ഏവം ബ്രുവതി വൈ തസ്മിൻ വിമാനമാഗമത്തദാ വൈകുണ്ഠവാസിഭിരുക്തം പ്രസ്ഫുരദീപ്തിമണ്ഡലം. ഏവം ബ്രുവതി വൈ തസ്മിൻ വിമാനം ആഗതത്തദാ വൈകുണ്ഠവാസിഭിരുക്തം പ്രസ്ഫുരദീപ്തിമണ്ഡലം. ദിവ്യദേഹം ധരിച്ചിരിക്കുന്ന ദുന്ദുകാരി ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ 4 ഭാഗത്തും വ്യാപിച്ചിരിക്കുന്ന പ്രഭാമണ്ഡലത്തോടു കൂടിയതും വൈകുണ്ഠവാസികൾ ഇരിക്കുന്നതുമായ വിമാനം പ്രത്യക്ഷമായി. ശ്ലോകം 68. സർവേഷാം പശ്യതാം ഭേജേ വിമാനം ദുന്ദുലേ സുത വിമാനേ വൈഷ്ണവാൻ വീക്ഷ്യ ഗോകർണോ വാക്യമബ്രവീത്. സർവേഷാം പശ്യതാം ഭേജേ വിമാനം ദുന്ദുലേ സുത വിമാനേ വൈഷ്ണവാൻ വീക്ഷ്യ ഗോകർണോ വാക്യമബ്രവീത്. സർവ്വജനങ്ങളും കണ്ടുകൊണ്ടിരിക്കെ ദുന്ദുലിയുടെ പുത്രൻ ആ വിമാനത്തിൽ കയറി. വിമാനത്തിലിരിക്കുന്ന വൈഷ്ണവന്മാരെ കണ്ടിട്ട് ഗോകർണൻ ഇപ്രകാരം പറഞ്ഞു. ശ്രീ ഗോകർണവാച. അത്രൈവ ബഹവസ്സന്തി ശ്രോതാരോ മമ നിർമ്മല ആനിതാനി വിമാനാനി നദേഷായുഗപത്കുത. അത്രൈവ ബഹവസ്സന്തി ശ്രോതാരോ മമ നിർമ്മല ആനിതാനി വിമാനാനി നദേഷായുഗപത്കുത. ഇവിടെ തന്നെ എൻ്റെ വായന കേട്ടുകൊണ്ടിരിക്കുന്ന നിർമ്മലന്മാരായവർ ബഹുപേരുണ്ടല്ലോ. അവർക്കെല്ലാവർക്കും ഈ ഒരേ സമയത്തിൽ വിമാനങ്ങൾ കൊണ്ടുവരാതിരിപ്പാൻ എന്തു കാരണം? ശ്ലോകം 70. ശ്രവണം സമഭാഗേന സർവേഷാമിക ദൃശ്യതേ ബലഭേദ കുതോ ജാത പ്രബ്രുവന്തു ഹരിപ്രിയോ. ഹരിപ്രിയ. ശ്രവണം സമഭാഗേന സർവേഷാമിക ദൃശ്യതേ ബലഭേദ കുതോ ജാത പ്രബ്രുവന്തു ഹരിപ്രിയ. എല്ലാവരും ഒരുപോലെ കേട്ടുവെന്ന് കാണപ്പെടുന്നു. ഫലത്തിൽ ഭേദമുണ്ടാവാൻ എന്തു കാരണം? ഹേ ശ്രീഹരി പ്രിയന്മാരെ, നിങ്ങൾ ഈ സംശയം തീർത്തു തരണം.